കഴിഞ്ഞ വീഡിയോയിൽ അമേരിക്കൻ കപ്പലിനെതിരെയുള്ള ഹൂതീസിന്റെ ആക്രമണം കണ്ടതാണ്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ ഹമാസിന് സപ്പോർട്ടായി ഇറാൻ വരുമായിരിക്കും, അല്ലെങ്കിൽ ഹമാസിന് സപ്പോർട്ടായി ഹിസ്ബുള്ള വരുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് യമനിൽ നിന്നും ഹൂതീസ് വന്ന് വലിയ ആക്രമണമൊക്കെയും നടത്തി റെഡ് സീ ക്രൈസിസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റലിക്ക് വലിയൊരു ടെൻഷൻ. ഖത്തർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ടാങ്കർ ഷിപ്പ് ഒന്നും ഇനി വരില്ല എന്ന്. തീർച്ചയായും പ്രൈസ് ഇൻക്രീസ് ആകും. അത് ഗ്യാസിന്റെ ആയാലും ക്രൂഡ് ഓയിലിന്റെ ആയാലും ഇങ്ങനെ ഉയരുകയാണെങ്കിൽ ഇറ്റലിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇറ്റലി, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ യമനിൽ അമേരിക്ക ആക്രമണം നടത്തിയത് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റലിക്ക് ഭയമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇനി അഥവാ റെഡ് സീ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഒക്കെ വില വർദ്ധിക്കും. അങ്ങനെ വില ഉയർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ ബാധിക്കുമല്ലോ എന്ന ഭയം തന്നെയാണ്. ഇതുമാത്രമല്ല, ഇറാൻ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇറാന്റെ ന്യൂസ് മീഡിയാസും x.com, അതായത് ട്വിറ്ററും അതുപോലെ മറ്റു വെബ്സൈറ്റുകളിലും ഹൈ അലേർട്ട് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോഴാണ് ഇറാൻ മൊസാഡിനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വന്നത്. ഇസ്രയേലിന്റെ മൊസാഡിനെതിരെ മാത്രമല്ല ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്, അമേരിക്കയുടെ മിലിറ്ററി ബേസിലും ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു. ഇറാൻ ടു സിറിയ കൂടാതെ ഇറാഖിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ ടു ഇറാഖ് അല്ലെങ്കിൽ സിറിയ എന്ന് പറയുമ്പോൾ ഏകദേശം 1200 കിലോമീറ്റർ ഉണ്ട്. സോ 1200 കിലോമീറ്റർ റേഞ്ചുള്ള ബലിസ്റ്റിക് മിസൈലാണ് ഇറാഖിലേക്കും സിറിയയിലേക്കും വിക്ഷേപിച്ചിരുന്നത്. ഇത് സിറിയയിലും വന്ന് വീണു, അതുപോലെ തന്നെ ഇറാഖിലെ മൊസാഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും വന്ന് വീണു. ഞങ്ങൾ മൊസാഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ നിരവധി സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഓരോ തുള്ളി രക്തത്തിനും ഞങ്ങൾ റിവെഞ്ച് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഇറാനും അറിയിച്ചു. ഇറാന്റെ ഈ ഒരു ആക്രമണം വളരെ വിചിത്രമായതും മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് അടുത്ത ഒരു പ്രശ്നമായി കണക്കാക്കുന്നു. ഇറാന്റെ ഈ ഒരു ആക്രമണം ഇസ്രയേലിനെതിരെയുള്ളതാണ്. പ്രത്യേകിച്ച് മൊസാഡ് ഹെഡ്ക്വാർട്ടേഴ്സും അവരുടെ കൺട്രോൾ സ്റ്റേഷൻ, അവർ വസിച്ചിരുന്ന സ്ഥലം, ഇങ്ങനെ ഇറാൻ അറിയിച്ചിരിക്കുന്നത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ഈ ഒരു ആക്രമണം ഇപ്പോൾ ആവശ്യമില്ലാത്തതായിരുന്നു, ഇതിന്റെ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ മൊസാഡ് സ്പൈ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചിരിക്കുന്നുവെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നത് യെസ് ഓർ നോ എന്ന് ഇതുവരെ ഇസ്രയേൽ കൺഫേം ചെയ്തിട്ടില്ല. ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നു എന്ന് മാത്രമാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ മൊസാഡിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഡയറക്റ്റായി ഇസ്രയേൽ ഓപ്പണായി സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സമ്മതിക്കേണ്ടി വരും. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ബിഗിനിങ് ആണ്, സേഫ് ആയിരുന്നോളൂ, ഞങ്ങളും കുറച്ച് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നിരവധി ടാർഗറ്റുകൾ ഞങ്ങളും നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതെല്ലാം ആക്രമിക്കാൻ പറ്റും, ഇനി ഞങ്ങളുടെ കളി ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിരിക്കുന്നു. സോ ഒരു ഭാഗത്ത് ഹൂതീസ്, മറ്റൊരു ഭാഗത്ത് ഇറാൻ, മറ്റൊരു ഭാഗത്ത് ഹമാസ്. ഹമാസ് ഈ ഒരു യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് പരാജയപ്പെടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട അധികാരികൾ തന്നെ പറഞ്ഞിരിക്കുന്നു അതിന് അധിക കാലയളവ് ആവശ്യമാണ്. സോ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ആക്രമണം, ഇപ്പോൾ നടത്തുന്ന ഈ ഒരു ആക്രമണം വെച്ച് ഹമാസിനെ പരിചയപ്പെടുത്താൻ സാധിക്കില്ല എന്നത് തന്നെ. സോ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഒരു സോൾജിയർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാസ ഭാഗത്ത് അവിടെയുള്ള മൃഗങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കെതിരെ ഇപ്പോൾ പോരാടാതിരിക്കുന്നത്, അവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾക്കെതിരെ, എല്ലാവരും പൊതുജനങ്ങൾ വരെ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ പോരാടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഗാസ ഭാഗത്തെ ജനങ്ങളുടെ പോരാട്ടമാണ് ഇസ്രയേലിന്റെ വലിയൊരു ഭീഷണി എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് ഇസ്രയേൽ ഒരു റൈഡ് നടത്തിയതും അവിടെ നിന്നും നിരവധി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 3 പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ 3 പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ സൈക്കോളജിക്കൽ വാർഫെയർ ചെയ്യുന്നുണ്ട് ഹമാസ്. ഒരു ഭാഗത്ത് ഹൂതീസ് ആക്രമണം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഇറാൻ ആക്രമണം നടത്തുന്നു എന്നതോടെ നിർത്താതെ ഹമാസ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പക്കലുള്ള ഹോസ്റ്റേജസിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു വീഡിയോ ഇസ്രയേൽ മുഴുവനുമായും സ്പ്രെഡ് ആകുന്നു. ഇസ്രയേൽ ജനങ്ങൾ പറയുന്നു, കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേൽ സോൾജിയേഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇസ്രയേൽ സോൾജിയേഴ്സ് ഈ ഹോസ്റ്റേജസിനെ എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല?
ഇസ്രയേൽ സോൾജേഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രയേൽ ജനത തന്നെ ചോദ്യമുയർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ജീവനോടെയുള്ള ഹോസ്റ്റേജസിന്റെ വീഡിയോസ് മാത്രമല്ല ഹമാസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്, മരണപ്പെട്ടവരുടെ വീഡിയോസും പുറത്തുവിടുന്നുണ്ട്. സോ സൈക്കോളജിക്കൽ വാർഫെയർ നല്ല രീതിയിൽ തന്നെ കൃത്യമായി തന്നെ ഹമാസ് ചെയ്യുന്നുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. സോ ഇസ്രയേൽ കൂടാതെ ഇസ്രയേൽ സൈനികർക്കെതിരെയുള്ള ഇസ്രയേൽ ജനങ്ങളുടെ ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്ക ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കക്കെതിരെയും ഇപ്പോൾ ചെക്ക് പോയിന്റ് വെച്ചിരിക്കുകയല്ലേ. കാരണം ഹൂത്തീസിനെതിരെ ആക്രമണം നടത്തിയാൽ മാത്രമേ ഞങ്ങളാണ് സൂപ്പർ പവർ എന്ന് അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹൂത്തീസ് അമേരിക്കയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിന് അമേരിക്ക ഏത് രീതിയിൽ തിരിച്ചടി കൊടുക്കുമെന്ന് നോക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഐക്യരാഷ്ട്രസഭ ചീഫ് പറഞ്ഞിരിക്കുന്നു, ഗാസ ഭാഗത്ത് റെവല്യൂഷൻ വന്നു കഴിഞ്ഞു. അവിടെയുള്ള ക്ഷാമം കാരണം, പട്ടിണി കാരണം ജനങ്ങളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷാമവും പട്ടിണിയും ഇനിയും അധികമാകും. ക്ഷാമവും പട്ടിണിയും അധികമാവുമ്പോൾ മരണപ്പെടുന്ന ജനങ്ങളുടെ എണ്ണവും ഇനിയും വർദ്ധിക്കും. അതിന് ലോകരാജ്യങ്ങൾ തയ്യാറായിക്കോളൂ എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് പറഞ്ഞിരിക്കുന്നു. 2 ദിവസം മുൻപ് യമൻ ഹൂത്തീസ് അവരുടെ ആന്റിഷിപ്പ് മിസൈൽ വെച്ച് അമേരിക്കയുടെ ഗിബ്രാൾട്ടർ ഈഗിൾ എന്ന ഒരു കപ്പലിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തിരിച്ചടിയായി അമേരിക്ക എന്ത് ചെയ്യാൻ പോകുന്നു? അതുപോലെ അമേരിക്ക പരാജയപ്പെട്ടോ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഖാൻ യൂനിസ് എന്ന ഭാഗത്തും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു. അടുത്തത് ഇസ്രയേൽ ഈജിപ്ത് ക്ലാഷ്. ഇസ്രയേലും ഈജിപ്തും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈജിപ്തിലുള്ള ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈനികർക്കെതിരെ തോക്കുവെച്ച് ഫയർ ചെയ്തിരിക്കുന്നു. ഈജിപ്തിൽ നിന്നുമുള്ള 20 പേരടങ്ങിയ ഒരു സംഘമാണ് ഇസ്രയേലിന്റെ ഫോഴ്സിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുന്നവരുടെ കയ്യിൽ നിരവധി പേരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ നടന്ന ഈ ഒരു ക്ലാഷിൽ ഒരു ഇസ്രയേൽ സോൾജിയറിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. അതേ സമയത്ത് ഈജിപ്തിൽ നിന്നും 20 പേരടങ്ങിയ സംഘമാണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇവർക്കെതിരെയും ഇസ്രയേൽ ഫോഴ്സ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഹമാസിന്റെ ഹോസ്റ്റേജ് സൈക്കോളജിക്കൽ ടോർച്ചർ ആ ഒരു വീഡിയോ ആണ് ഇസ്രയേൽ അമേരിക്ക മുഴുവൻ വൈറലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സീസ് ഫയർ, വളരെ പെട്ടെന്ന് തന്നെ ഒരു സമാധാന ചർച്ച ആവശ്യമാണ്. 100 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയൊരു സമാധാന ചർച്ചയിലേക്ക് വരൂ എന്ന് യുണൈറ്റഡ് നേഷൻസ് ചീഫ് പറഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റേജസിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എവിടേക്കാണോ ഏത് സ്ഥലത്തൊക്കെയാണോ ഹോസ്റ്റേജസ് ഉള്ളത് അവിടെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റേജസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെ ഞങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. ഹോസ്റ്റേജസിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. കാരണം നോർത്തേൺ ഗാസ ഭാഗത്തേക്ക് ഇസ്രയേലിന് പ്രവേശിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ ഖത്തർ പോലെയുള്ള മറ്റു രാജ്യങ്ങൾ ഇത് ചർച്ച ചെയ്ത് ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജസ് ഉള്ള സ്ഥലത്തും ഞങ്ങളുടെ ആക്രമണം ചെയ്യേണ്ടി വരുമെന്ന് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഞാൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ ഗാസ പ്രശ്നം ഒരു സെക്കൻഡിനുള്ളിൽ അവസാനിപ്പിക്കും. ഇത്രയും വലിയ പ്രശ്നമായി പോകാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നം തുടരുകയാണെങ്കിൽ ജോ ബൈഡന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മുതൽ വോട്ട് ട്രംപിന് കൊടുക്കാമെന്ന് ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ആ ഒരു രീതിയിലാകാൻ വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് ടോപ്പിക് എന്നത് ഇറാൻ മൊസാഡ് ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ആക്രമണം നടത്തിയതാണ്. ഈ ഒരു ആക്രമണത്തിലും മൊസാഡ് ഏജന്റ്സും മരണപ്പെട്ടിട്ടുണ്ടാകും. ഇതിന് ഇസ്രയേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും? മാത്രമല്ല ഹൂതീസ് അമേരിക്കയുടെ ഒരു കണ്ടെയ്നർ ഷിപ്പിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ആക്രമണത്തിന് ശേഷം അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലകുനിഞ്ഞു നിൽക്കുകയാണ്. സോ അമേരിക്ക രൂപീകരിച്ച റെഡ് സീ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിരവധി പേർ ചോദ്യമുയർത്താനും ആരംഭിച്ചിരിക്കുന്നു. നോക്കാം ഇനിയും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരാൻ പോകുന്നത് എന്ന്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.